കഴിഞ്ഞേക്കുമെന്ന് മാത്രം. ഇത് ഗുരുവായൂരിൽ അഹിന്ദുക്കൾ പ്രവേശിക്കുന്നതിന് അടക്കമുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ പരിഷ്കരണവാദികളുടെ വാദങ്ങൾക്ക് ബലം നൽകാൻ ഏതെങ്കിലും തരത്തിലേക്ക് ശ്രീ രാഹുൽ ഈശ്വർ ഹിന്ദു ആണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ആ നിലയ്ക്ക് വീണ്ടും പ്രവേശനത്തിന് എന്താണ് തടസ്സം? പ്രവേശനത്തിന് തടസ്സമില്ല. ഞങ്ങൾ പറയുന്നത് കുറച്ചുകൂടെ റാഡിക്കലായ അല്ലെങ്കിൽ കുറച്ചുകൂടെ ചിന്തോദ്ദീപകമായ ഒരു കാര്യമാണ്. ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളുടെ നിലപാടുകൾ സ്വാഗതാർഹവും അത്തരം ചർച്ചകൾ ഞങ്ങൾ അഭിനന്ദിക്കുന്നതുമാണ്. ഞങ്ങൾ പറയുന്നത് വിശ്വാസിയായ എല്ലാവർക്കും, യേശുദാസിനാണെങ്കിലും ഹൈദരാലിക്കാണെങ്കിലും അവർക്ക് വേണ്ടി അമ്പലങ്ങൾ തുറന്നു കൊടുക്കണോ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അവർക്ക് തുറന്നു കൊടുക്കണോ എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണമെന്നാണ്. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന കുറച്ചു പേരുണ്ട്, ഇതിനെ അനുകൂലിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ രണ്ടും കൂടെ ഒരു കൺസെൻസസിൽ എത്തണമെന്നും ഞാൻ അതുകൊണ്ട് എന്നും ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് കേളിയേറിന പാരമ്പര്യത്തിന് ആചാരശുദ്ധിയെ കാളിഹ ഭക്തന്റെ ഹൃദയശുദ്ധിയാണ് ഭഗവാൻ ഇഷ്ടമെന്നാണ്. അപ്പോൾ ആ ഒരു ആശയത്തിൽ എല്ലാ വിശ്വാസികൾക്കും പ്രവേശനം നൽകണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതൊരു വ്യക്തിയുടെ മാത്രമല്ല, എല്ലാ സംഘടനകളും, തന്ത്രിമാരും, വിശ്വാസികളുടെ സംഘടനകളും അവിശ്വാസികളുടെ സംഘടനകളും ഗവൺമെന്റും മന്ത്രിയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരസ്പരം കലഹിക്കാതെ, പരസ്പരം പഴിചാരാതെ ഒരുമിച്ച് ചേർന്ന് നിയമത്തിന്റെ പാതയിലൂടെ അല്ല, കൺസെൻസസിന്റെ പാതയിലൂടെ വരികയും അങ്ങനെ നമ്മുടെ ദേവാലയങ്ങൾ ജാതി മതങ്ങൾക്ക് അതീതമായി വ്യക്തികൾക്ക് അവർ തുറന്നു കൊടുക്കണമെന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക്. പക്ഷേ അതിന് കൺസെൻസസിന്റെ പാതയിലേക്ക് തീർച്ചയായും രാഹുൽ ഈശ്വർ പോകാം. പക്ഷേ അതിനു മുമ്പായി ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ദേവപ്രശ്നം നടത്താനാണ്. ദേവപ്രശ്നത്തിന്റെ വിധി ഈ തീരുമാനത്തെ ആകെ സ്വാധീനിക്കുന്നതായിരിക്കില്ലേ? തീർച്ചയായും സ്വാധീനിക്കുന്നതായിരിക്കും. അവിടെ വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോടും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശബരിമല നടന്നതുപോലെയുള്ള ഒരു തട്ടിപ്പ് ദേവപ്രശ്നമാകരുത്. ശ്രീ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരെ പോലെ ഒരു ഫ്രോഡ് കളിച്ച് ശബരിമലയിലെ കാര്യങ്ങൾ മാറ്റാമെന്ന് കരുതിയ ദേവപ്രശ്നമാവരുത്. ബഹുമാനപ്പെട്ട ഗുരുവായൂർ തന്ത്രി പറഞ്ഞതുപോലെ തന്നെ പൊതുസമ്മതനായ ഒരു വ്യക്തിയെ കൊണ്ട് വേണം ദേവപ്രശ്നം വെപ്പിക്കാൻ. അതിന്റെ ഫലം എന്താകും, ദൈവത്തിന്റെ ഹിതം എന്താകും, അത് തന്ത്രിമാരോടും കൂടെ ആലോചിച്ച്, ബഹുമാനപ്പെട്ട ചേന്നാസ് രാമൻ നമ്പൂരിപ്പാടിനോട് ആലോചിച്ച്, ബഹുമാനപ്പെട്ട സതീഷ് നമ്പൂരിപ്പാടിനെ ആലോചിച്ച്, അവിടുത്തെ വ്യക്തികളുമായി ആലോചിച്ച് ഒരു സമന്വയത്തിന്റെ പാതയിലെത്തി, അവിടുത്തെ ദിനേശൻ നമ്പൂരിപ്പാടിനെ ആലോചിച്ച്, അങ്ങനെ എല്ലാവരോടും ആലോചിച്ച് അവിടുത്തെ പാരമ്പര്യ സദസ്സിനെ കൂടി വിശ്വാസത്തിലെടുത്ത്, ഹൈന്ദവ സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് ഒരു മാറ്റം വേണം. തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ദേവസ്വം ഇന്ന് അറിയിച്ചിരിക്കുന്നതും. ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹം പറയുന്നതിലെ യുക്തി നമുക്ക് ഖണ്ഡിക്കാൻ കഴിയുമോ? അത് ഖണ്ഡിക്കുന്നതിന്റെ പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഓരോ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ ഓരോ മൂലമന്ത്രമുണ്ട്, ഓരോ ക്ഷേത്ര സങ്കല്പങ്ങളുണ്ട്. ദൈവം എല്ലാ നമ്മൾ അയ്യപ്പൻ എന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചാലും പരമശിവൻ എന്ന് വിളിച്ചാലും എല്ലാം ഒരേ ചൈതന്യമാണ്. പക്ഷേ ഓരോ ക്ഷേത്രങ്ങളിൽ അതിനെ വ്യത്യസ്ത രീതികളിലാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അതിന് ഓരോത്തിനും ഓരോ അമ്പലത്തിന്റെയും ഇൻഡിവിജ്വാലിറ്റി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അവ കാലാനുസൃതമായി പരിണാമത്തിന് വിധേയമാണെന്നുള്ള സത്യം തന്നെ. പക്ഷേ ഓരോ അമ്പലത്തിലും, അമ്പലപ്പുഴയിലെയും ഗുരുവായൂരിലെയും ഒരേ പ്രതിഷ്ഠ, ഒരേ സങ്കല്പമാണ്, അല്ലെങ്കിൽ ഒരേ ദേവനാണെങ്കിൽ പോലും രണ്ടിടത്തെയും വ്യത്യസ്ത സങ്കല്പങ്ങളാണ്, രണ്ടും വ്യത്യസ്ത അമ്പലങ്ങളാണ്. അവയ്ക്ക് അവയുടേതായ വ്യക്തിത്വമുണ്ട്, ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പക്ഷേ കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, റൈറ്റ് ടു ഇക്വാളിറ്റിയും റൈറ്റ് ടു റിലീജിയനും ഇക്വേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നമ്മൾ എല്ലാ ക്ഷേത്രവിശ്വാസികൾക്കും ഈ റൈറ്റ് ടു റിലീജിയനും റൈറ്റ് ടു ഇക്വാലിറ്റിയും പറയുമ്പോൾ, നമുക്ക് ഇപ്പം ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്ക് പ്രസിഡന്റിന്റെ വീട്ടിലോട്ടോ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിലോട്ടോ കടന്നു കയറാൻ കഴിയില്ല. അവിടെ റൈറ്റ് ടു നമ്മുടെ ഫ്രീഡം അല്ല ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അവയുടെ കുറെ രീതികളും ഒക്കെ ഉണ്ട്. ആ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അത്തരത്തിലുള്ള ഭരണഘടനാപരമായ ചട്ടങ്ങളൊന്നും തന്നെ ഗുരുവായൂരിൽ ബാധകമല്ല എന്നാണോ രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുന്നത്? സുപ്രീം കോടതിയുടെ പല വിധികളും, ഒരുപക്ഷെ നിങ്ങൾക്ക് നിയമപണ്ഡിതരുമായി സംവദിച്ചാൽ അറിയാം, സുപ്രീം കോടതിയുടെ പല വിധികളും റൈറ്റ് ടു ഇക്വാലിറ്റിയും റൈറ്റ് ടു റിലീജിയനും ഇക്വേറ്റ് ചെയ്യരുത്. കാര്യം, മതത്തിന്റെ പല ആചാരാനുഷ്ഠാനങ്ങളും സാധാരണ കാണുന്നത് പോലുള്ള സങ്കല്പങ്ങൾ അടിസ്ഥാനമല്ല. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ സുപ്രീം കോടതിയിൽ കേസുണ്ട്, റൈറ്റ് ടു ഇക്വാലിറ്റി ആണെന്ന് പറയുന്നു. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ആറ്റുകാലിലെ പൊങ്കാലയ്ക്ക് ഒരു പുരുഷൻ പൊങ്കാല ഇടാറില്ല, എന്റെ റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് എതിരാണെന്ന് പറഞ്ഞ് ആരും കേസ് കൊടുക്കാറില്ല. നമ്മൾ ചെയ്യാറുണ്ടോ? എനിക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ റൈറ്റ് ടു ഇക്വാലിറ്റി എതിരാണെന്ന്. അപ്പോൾ അവിടെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന ബ്രോഡായ കോൺസെപ്റ്റ് റൈറ്റ് ടു റിലീജിയൻ എന്ന കുറച്ചുകൂടെ സ്പെസിഫിക് കോൺസെപ്റ്റിനെ ഒരിക്കലും ഖണ്ഡിക്കുന്നില്ല. അപ്പോൾ ഒരുമിച്ച് പോകേണ്ടതാണ്. തിരിച്ചു വരാം, ഈ ചർച്ച അവസാനിക്കുന്നില്ല. ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് നടത്തിയ സംവാദത്തിൽ പങ്കെടുത്ത ദേവസ്വം മന്ത്രി ജി സുധാകരൻ വീണ്ടും തന്ത്രിമാരിൽ ചിലരെ കുറിച്ച് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. രാഹുൽ ഈശ്വറിനെ കുറിച്ച് പലയിടത്തായി പരാമർശിച്ച മന്ത്രി പറഞ്ഞതിൽ ഒരു ഭാഗം, കുറെ രാഹുൽ ഈശ്വരന്മാര് തലമുടിയൊക്കെ നീട്ടി മറ്റേ പണിയും ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് ഈ പണി ചെയ്യുന്നതുകൊണ്ടാണോ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. ഈ മന്ത്രിസ്ഥാനം വലിയ കാര്യമാണെന്ന് ഞങ്ങളാരും ധരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇയാളൊന്നും വിചാരിച്ചാൽ എന്നെ മന്ത്രിസ്ഥാനം മാറ്റാനൊന്നും കഴിയില്ല കേട്ടോ. അത് ഞങ്ങളുടെ പാർട്ടി വിചാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് മന്ത്രി മാറണം.
എന്ന് പറയാം. അതിനൊക്കെ എളുപ്പം തന്ത്രി മാറുന്നതല്ലേ, മന്ത്രി മാറുന്നതൊക്കെ എളുപ്പം. കാരണം മന്ത്രിമാരുടെ പാർട്ടി തീരുമാനിക്കും, തന്ത്രി സ്വയം അങ്ങ് തീരുമാനിച്ചാൽ ഏടങ്ങ് പോവാം. വെറുതെ വിട്ടുതരം എന്താണെന്ന് പറയല്ലേ. പോട്ടെ, ഈ പയ്യൻ ഒരു കള്ളനാണ്. അത് ഉദാഹരണം ഞാൻ പറയാം. പേരും കള്ളനാണ് ഇവൻ. എന്നെ 2 ആഴ്ച മുമ്പ് വിളിച്ചല്ല ഫോണിൽ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരിക, എൻ്റെ കൂടെ ആളുണ്ട് കാറിനകത്ത്. വിളിച്ചിട്ട് എന്താ പറഞ്ഞ്, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്, ഞങ്ങൾ ക്ഷമ പറയുന്നു, സമസ്താപരാധം പറയുന്നു, ഞങ്ങളൊരു വലിയ യോഗ ഭരണകൂടത്തിൽ അങ്ങയെ വിളിച്ച് ക്ഷേത്രപ്രവേശന കാര്യം പറയിപ്പിക്കാനിരിക്കുകയാണ്, നിഷേധിക്കാൻ കഴിയും എന്നോട് പറഞ്ഞ കാര്യം. ഞാനപ്പോൾ എന്താ പറഞ്ഞ, ആലോചിച്ച് ചെയ്താൽ എനിക്ക് അവനെ അറിയാവുന്നതുകൊണ്ട് ആലോചിച്ച് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു. ഇവൻ ചെയ്യത്തൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് എന്നോട് പറഞ്ഞ. രാഹുൽ ഈശ്വർ നിഷേധിക്കുന്നുണ്ടോ മന്ത്രി പറഞ്ഞ കാര്യം? തീർച്ചയായും. കാരണം അർത്ഥസത്യങ്ങളെ അതിശയോക്തി കലർത്തി പറഞ്ഞാൽ അത് സത്യങ്ങളാവില്ല. 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം മറ്റേ പണി ചെയ്തിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. എന്താണ് മറ്റേ പണി എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനു മുമ്പും തന്ത്രിമാരെ തന്ത്രി മോന്മാരെന്ന് പറയുകയുണ്ടായി. എനിക്ക് ഇത്തരം ഒരു പ്രധാന മാധ്യമത്തിൽ പറയുന്നതിന് വിഷമമുണ്ട്. വയലാർ രവി വന്നാൽ വയലാർ രവിയുടെ ആസനത്തിലും തന്ത്രിമാർ പുണ്യാഹം തളിക്കുമെന്നാണ് ഒരു മന്ത്രി പറഞ്ഞതാണിത്. ഈ കഞ്ഞാകുഞ്ഞാ തന്ത്രിമാർ എന്ന് പറയുകയുണ്ടായി. ഇത്തരം സംസ്കാര ശൂന്യമായ പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് വിഷമജനകമല്ലേ? ഇനി 2, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. ഞാൻ തന്നെ അദ്ദേഹത്തോട് കൺസെൻസസിന്റെ കാര്യം പറയുകയും 2-3 ആഴ്ചക്കുള്ളിൽ ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. അദ്ദേഹം എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിഘാതം ഉണ്ടാക്കാനായി വീണ്ടും ഈ പ്രസ്താവനകളെ വന്നത്? ഞങ്ങൾ തന്നെ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ? ഞാൻ കള്ളനോ, ഞാൻ മുടി വളർത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് വിഷമമുണ്ട്. എനിക്ക് വിദേശ ബന്ധങ്ങളുണ്ടെന്നും വിദേശത്തു നിന്നും പണം കിട്ടുന്നു, വിദേശ മാഫിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ഭാഗം കൂടെ ഞാൻ കുറച്ചു മുമ്പ് മനോരമ ന്യൂസിൽ ലൈവായി കാണുകയുണ്ടായി. അതിനെതിരെ ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുകയും തീർച്ചയായും ഇത്തരം നിരുത്തരവാദപരമായ അതിശയോക്തി കലർന്ന ആൾക്കാരെ ചിരിപ്പിക്കാനും കയ്യടി നേടാനും മാധ്യമങ്ങളെ കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഒരു മന്ത്രിക്കും ഭൂഷണമല്ല. തിരിച്ചു വരാം രാഹുൽ. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രവികൃഷ്ണ, ശ്രീരാമകൃഷ്ണൻ, ശ്രീ രാഹുൽ ഈശ്വർ, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ, എല്ലാവർക്കും ഗുരുവായൂരിൽ അഷ്ടമംഗല്യ പ്രശ്നം നടത്താനും ഒപ്പം തന്നെ വയലാർ രവിയുടെ പുത്രൻ ഗുരുവായൂരിൽ പ്രവേശിച്ചതിന് ഖേദപ്രകടനം